ഞാനൊരു കാര്യം പറയട്ടെ, പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ വരുന്നെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലീഗലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് പോയാലും എന്താ കുഴപ്പമെന്നായിരിക്കും. ഇല്ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ മെയിൻ 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, സിംഗപ്പൂരിലോട്ട് ജോലി തരാമെന്നുകൊണ്ട് പറഞ്ഞ് പറ്റിക്കുന്ന ഏജൻസിക്കാരെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോണത് അതിൻ്റെ പാർട്ട് 2 ആണ്. അതായത് സിംഗപ്പൂരിലോട്ട് പഠിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് കുറേ പിള്ളേരെ പറ്റിക്കണം കുറേ ഏജൻസികൾ ഇപ്പോൾ നാട്ടിലും സിംഗപ്പൂരിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രൈവറ്റ് കോളേജിലോട്ട് വരുന്നതിനെ പറ്റിയിട്ടാണ് അവർ കൂടുതലും പറയണത്. അതായത് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനായിട്ടാണ്, അതായത് 1 ഇയർ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്, പിന്നെ എന്താ പറയുക ബേക്കിങ്, അതുപോലത്തെ കോഴ്സിനൊക്കെ ആയിട്ട് 1 ഇയർ പഠിച്ച് ഇവിടെ ജോലി മേടിക്കാനുള്ള ആഗ്രഹത്തോടെ വരുന്നെങ്കിൽ നിങ്ങൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനീ പറയുന്നത് എനിക്ക് അയച്ച കുറേ മെസ്സേജ്, അതായത് ഇവിടെ പിള്ളേർ പഠിക്കാൻ, അതായത് പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ വന്നിട്ട് എനിക്ക് കുറേ പിള്ളേർ അയച്ച മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ വരുന്നത് ചിലപ്പോൾ കാശുണ്ടാക്കാം, പാർട്ട് ടൈം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ വരുന്നെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലീഗലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് പോയാലും എന്താ കുഴപ്പമെന്നായിരിക്കും. ഇല്ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ മെയിൻ 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സാലറി തരാതിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത് ഇല്ലീഗലായിട്ട് പണിയെടുക്കണേ. നിങ്ങൾക്ക് സാലറി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലയിൻറ്റ് ചെയ്താൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ആരായിരിക്കും പെടുക? നിങ്ങൾ തന്നെ പെടുക. ഈ 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ട് എന്തെങ്കിലും കാര്യം പറ്റുന്ന വിചാരിക്കാതെ, കൈമുറിയെ കാൽമുറിയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം, നിങ്ങൾക്കൊരു ഇൻഷുറൻസ് കവറേജും കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇല്ലീഗലാണ്, നിങ്ങൾ കമ്പനിയുടെ രജിസ്റ്ററിൽ പോലും ഉണ്ടാവില്ല പേര്. അപ്പോൾ ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കവറിങ് ഒന്നും കിട്ടത്തില്ല. ഈ എന്തുകൊണ്ട് നിങ്ങൾക്ക് കവറിങ് കിട്ടത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം. ഈ WSEC പരിപാടി ഉണ്ട്, അതായത് വർക്ക് സേഫ്റ്റി ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവം. ഒരു കമ്പനിയിൽ അപകടം നടന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടുണ്ടായി, ഇവിടെ സേഫ്റ്റി ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കമ്പനിയിൽ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തില്ലാതിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഈ സേഫ്റ്റി കുറവ് കാരണം കൊണ്ടാണ് അപകടം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ വരെ പൂട്ടാനുള്ള അധികാരം സിംഗപ്പൂരിലെ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേഴ്സായിട്ട് നിങ്ങളങ്ങ് ഒഴിവാക്കും. കാരണം നിങ്ങളെ അപകടം പറ്റുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അപകടം പറ്റിയെന്നൊക്കെ കണ്ടുപിടിച്ച് വന്നു കഴിയുമ്പോൾ ആ കമ്പനി തന്നെ പൂട്ടിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് തന്നാൽ പോലും സാലറി തരാതിരിക്കാം. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കവറേജും കിട്ടില്ല. അപ്പം നിങ്ങൾ തന്നെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കണതിന് മുന്നേ ഈ റിസ്ക് എടുക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ കുറേ പേര് വരുന്നുണ്ട്, ഏജൻസിക്കാരനെ പറയും അതൊക്കെ പാർട്ട് ടൈം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്നുള്ളത്. ഈ പാർട്ട് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ ഏജൻസികൾ എന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ പിള്ളേർ ഞങ്ങളെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് ചോദിച്ചാട്ടെ ഏതെങ്കിലും ജോലി കിട്ടോ, പാർട്ട് ടൈം കിട്ടുമോ എന്നൊക്കെ. അപ്പം ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ ഏജൻസിക്കാരപ്പോൾ സെറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് എന്താ എന്നുള്ളത്. അപ്പോൾ അവർ പറയും അവരാക്കിത്തരാന്ന് പറഞ്ഞിട്ട് 3-4 മാസമായി ചേട്ടാ, ഇതുവരൊന്നും ആയിട്ടില്ല, ലോൺ അടയ്ക്കണം, റെൻ്റ് അടയ്ക്കണം എന്നൊക്കെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏജൻസിക്കാരെ നിങ്ങൾ 100% വിശ്വസിക്കണ്ട. അവരൊക്കെ ഭൂരിഭാഗം കാശുണ്ടാക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റി വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരു ബിസിനസ്സാണ്. അല്ലാണ്ട് നിങ്ങൾ നന്നായി പോകണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നിങ്ങളൊന്നെങ്കിൽ പബ്ലിക് കോളേജുകളിൽ, അതായത് ഞാനൊക്കെ 5 വർഷം മുന്നേ 5-7 വർഷം മുന്നേ പഠിക്കാൻ വന്നാൽ മറ്റേ ഡിപ്ലോമ എടുക്കാൻ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പാടാണ്, പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലായിട്ട് പാർട്ട് ടൈം പോവാം. സിംഗപ്പൂർ പാർട്ട് ടൈം കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നല്ല കുറേ കമ്പനികൾ നിങ്ങൾക്ക് സുഖമായിട്ട് പാർട്ട് ടൈം കിട്ടും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 1 ഇയറിൻ്റെ പാസും കൊണ്ട് ചെന്നിട്ട് പാർട്ട് ടൈം ആണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. കാരണം 1 ഇയറിൻ്റെ പാസിന് ഇവിടെ ജോലി പാർട്ട് ടൈം കൊടുക്കാനായിട്ടുള്ള അധികാരം അവർക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ മറ്റേ ആ ഒരു മെഡിക്കലിൻ്റെ ഒരു പ്രശ്നം, ഇൻഷുറൻസിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് മാത്രം വരിക. വെറുതെ വന്ന് പണി മേടിച്ച് വെക്കണ്ട. ഏജൻസിക്കാർ പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും, പാർട്ട് ടൈം കിട്ടും, ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ. പക്ഷെ നിങ്ങൾ വന്നവരുടെ അടുത്ത് പക്ഷെ വന്നവരുടെ അടുത്ത് വിളിച്ച് നോക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും കോമഡി ഇത് ഏജൻസിക്കാരില്ലേ. ഞാൻ റീസെൻ്റ്ലി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏജൻസിക്കാർ ഈ പഠിക്കാവുന്ന പിള്ളേരെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുത്രേ. കാശ് കൊടുത്തിട്ട് നിങ്ങൾ നല്ലതെന്ന് പറ, അതിൻ്റെ കമ്മീഷൻ വരെ ഓൾറെഡി പഠിക്കാൻ വന്നിട്ട് പെട്ടുപോയി. ആ പെട്ടുപോയവർക്ക് പിന്നെയും കാശ് കൊടുത്തിട്ട് ഈ കോഴ്സ് നല്ലതെന്ന് പറയിപ്പിക്കുക. അവരുടെ അടുത്ത് വീട് സെറ്റാക്കാൻ വേണ്ടി കാശ് കൊടുക്കാം. അങ്ങനെ മുങ്ങിപ്പോയ പയ്യന്മാരുണ്ട് ഇത്രേ. ഈ വേറൊരു പാർട്ടുണ്ട്, അതായത് പഠിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി മൂഞ്ചി, അതായത് ഓൾറെഡി വന്ന് പെട്ടുപോയി. അപ്പോൾ പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ഒരു ഏജൻസി തുടങ്ങും, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങും.
എന്നിട്ട് പറയും സിംഗപ്പൂർ ഇങ്ങനെ 1 ഇയർ കോഴ്സ് ഉണ്ട്, നല്ല കോഴ്സാണ്. അതായത് ഈ പഠിക്കാൻ തന്നെ പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ ഈ പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് പേരെ അങ്ങ് ആഡ് ചെയ്യും. ഈ മണിച്ചെയ്യും പോലെ, മണിച്ചെയ്യൻ എന്താ പറയില്ല, സാധനം തന്നെ. എന്നിട്ട് അടുത്ത ആളെ ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടും ആ കാശും കിട്ടും, കോളേജിൻ്റെ സൈഡിൽ നിന്ന് കമ്മീഷനും കിട്ടും. എന്നിട്ട് ഇവരുടെ കോഴ്സ് ആകുമ്പോൾ ഇവർ തിരിച്ചു. അപ്പോൾ പിന്നെ അടുത്ത പിള്ളേർ വന്ന് പെട്ടു. ഇതൊരു ചെയ്യുമ്പോൾ അല്ലേ, ഇത് ആദ്യമായിട്ടുള്ള ഏജൻസി ഒന്നുമല്ല. അങ്ങനെ കുറേ ഏജൻസികൾ നമുക്ക് തന്നെ സിംഗപ്പൂരിൽ കുറേ സജഷനായിട്ട് വരും. എടുത്ത് നോക്കുമ്പോൾ തന്നെയൊക്കെ ഫോളോയിങ് ലിസ്റ്റിൽ നമുക്ക് മെസ്സേജ് അയച്ച ടീംസ് ആയിരിക്കും. ചേട്ടാ എങ്ങനെയാണ് പബ്ലിക് കോളേജിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഞങ്ങളോട് പ്രൈവറ്റിൽ ഒന്ന് പെട്ടുപോയി എന്ന് പറഞ്ഞ ടീംസ് തന്നെയാണ് ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഫോളോയിങ് ലിസ്റ്റിലുള്ളത്. മനസ്സിലായില്ല? അതായത് വന്ന് പെട്ടവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ആൾക്കാർ തന്നെ. അപ്പം നിങ്ങൾ ഒന്ന് നല്ല രീതിക്ക് ആലോചിച്ചിട്ട് മാത്രം വരിക. ഞാൻ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ പബ്ലിക് കോളേജിൽ വരാൻ വേണ്ടി നോക്കുക. പ്രൈവറ്റ് കോളേജിൽ വന്ന് പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് മുഞ്ചിപ്പോവും. ചിലരൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണ് വരണേ. ഇത്ര വലിയ കോഴ്സ് ഫീ ഒന്നും ഇല്ല പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ പഠിക്കണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിലോട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. വെറുതെ നിങ്ങൾ ഏജൻസി വഴി പറഞ്ഞിട്ട് അവർ 3 ലക്ഷം 4 ലക്ഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 1 ഇയർ കോഴ്സിന് അത്രയൊന്നും എന്താ പറയുക ഫീ ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഏതാ കോളേജ്, ഞാൻ കോളേജിൽ ഡയറക്റ്റ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യേ. പിന്നെ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളിവിടെ താമസിക്കുന്നതൊക്കെ ഞാൻ ഭൂരിഭാഗം പറയാം. പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും താമസിക്കുന്നത് ഇല്ലീഗലായിട്ടാണ്. അതായത് ഇവിടെ സിംഗപ്പൂർ താമസിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്ലാറ്റിൽ ഇത്ര പേരിനൊക്കെ താമസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ താമസിച്ചാൽ പോലെ തന്നെ മിനിമം ഒരാൾക്ക് റെൻറ്റ് $600 പ്ലസ് വരും. ഞാൻ അറിഞ്ഞിടത്തോളം ഈ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നവർ ചെയ്യുന്ന റെൻറ്റ് എന്ന് പറഞ്ഞത് $250, $300. അതൊരിക്കലും നടക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്ലാറ്റിൽ എത്ര പേര് താമസിക്കണമെന്ന് കണക്കുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഒരാൾക്ക് $600-500 മേലേക്ക് വരും. വെള്ളത്തിനും കറണ്ട് കാശിനും കാശ് കൂട്ടാതെ തന്നെ മിനിമം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെന്താ കുഴപ്പം ചേട്ടാ? അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ചെക്കിങ് ഒന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫ്ലാറ്റിലൊന്ന് ഓളിട്ടൊന്ന് വിചാരിക്കുക. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഈ ഫ്ലാറ്റിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്ന്. അന്നേരത്ത് നിങ്ങൾ ആ ഫ്ലാറ്റിൽ ഉണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് താമസിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കും, ചിലപ്പോൾ ബാനും ചെയ്യും, ചിലപ്പോൾ എക്സിറ്റ് അടിച്ച് തിരിച്ചു വിടും, പെട്ടി പാക്ക് ചെയ്തോളം പറയും. അങ്ങനെ കുറേ റിസ്ക് ഫാക്ടറുകൾ കുറേ ഉണ്ട്. പിടിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കണൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് പിടിക്കുന്നുണ്ട്. ചില കേസുകളൊക്കെ ഇവിടെ കോടതി പുറത്ത് വരെ പോയ കേസുകളുണ്ട്. അങ്ങനെ വിളിച്ചൊരു വക്കീൽ വരെ ഉണ്ട്. ആ കേസ് എന്ന് പറയുന്നത് വേറെ, അത് പാർട്ട് 3 ഞാൻ പറയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ആരും പിടിക്കണില്ല എന്നൊക്കെയുള്ളത്. ഇവിടെ ആൾക്കാരൊക്കെ പിടിക്കുന്നുണ്ട്, പോലീസുകാർ പിടിക്കുന്നുണ്ട്, ഡീപ്പോർട്ട് അടിച്ച് വിടുന്നുണ്ട്, ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യണവരെ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക. നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം, ഒരു 1 ഇയർ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം നിങ്ങൾക്ക് എടുക്കണം. നിങ്ങൾക്ക് പാർട്ട് ടൈം ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് പാർട്ട് ടൈം ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് വർക്കിന് പോകേണ്ടി വരും. നമുക്ക് പാർട്ട് ടൈം ഇല്ലാതെയും കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക, എന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോബിന് ട്രൈ ചെയ്യാം. അല്ലാതെ റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ഇതിനൊക്കെ ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് പാർട്ട് ടൈമിന് പോവുക, ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യുക, ഇതിനൊക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ കുഴി തന്നെ കുഴിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി പാർട്ട് 3 വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.